ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു സൺഡേ ആണ് കേട്ടോ. കുറേ കാലമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു മഷ്റൂം കഴിക്കണമെന്ന്. അങ്ങനെ മഷ്റൂം വാങ്ങിയെന്ന് കേട്ടോ. കൂണ് വെച്ചിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കാനാണ്. പപ്പയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു രീതിക്ക് വെക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കിനി ഇഷ്ടമാവുമെന്ന് അറിയില്ല, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം പച്ചമുളകും പിന്നെ കുറച്ച് സവാളയും ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പപ്പ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടും കൂടി അരിഞ്ഞത് ഇവിടെ വച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂണിങ്ങനെ ആദ്യം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂണിങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഡ്രൈനറിൽ വെച്ചിട്ട് ഡ്രൈൻ ചെയ്യാനുള്ളൊരു കുഞ്ഞു പാത്രം ഉണ്ടല്ലോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉള്ളത്, അതിനകത്ത് വെച്ചിട്ടാണ് അടുത്ത് ബാക്കി എടുത്തത്. പക്ഷെ എന്നാലും അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. കുക്ക് ചെയ്യാൻ നേരത്തിന് വെള്ളം കുറച്ച് ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിനാണ് പപ്പ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു പാത്രത്തിനകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതേ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, പാം ഓയിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ വെളിച്ചെണ്ണ ചൂടാവണമെന്നില്ല, അതിന് മുന്നേ തന്നെ കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടി ചിരകിയ തേങ്ങയും പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചിയും ഇട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അരയേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ തോരനെടുക്കുന്ന കൂട്ട് ആ ഒരു പാകത്തിന് അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പം അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ അളവിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ടൈപ്പ് ചെയ്തെടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. മമ്മി വേറൊരു രീതിക്കാണ് കൂണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ എപ്പോഴേലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പപ്പ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരത്തെ കട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കൂണ്, അത് ഫുൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് വെന്ത് വരണം. പിന്നെ കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ ഇതിനകത്തോട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയാണ് പപ്പ ചേർത്ത് കൊടുക്കുന്നത്. അതും വളരെ അളവ് കുറച്ച് ചേർക്കാവുള്ളൂ, ഒരുപാടൊന്നും ചേർക്കരുത് കേട്ടോ. ജസ്റ്റ് ഒരു അളവ് നമുക്കറിയില്ല, ആ ഒരു അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഒരുപാട് ആയിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും. അങ്ങനെ ഗരം മസാല ചേർത്ത് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളിതിനകത്തോട്ട് ഇച്ചിരി ഒരു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ഈ കൂട്ടാൻ നല്ല ഇഷ്ടമാണ്. അന്നത്തെ ദിവസം ചോറിന് ഈ കൂട്ടാൻ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. മോനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. അവൻ നന്നായിട്ട് ചോറ് കഴിക്കുകയും ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.